വെൽക്കം ബാക്ക് ടു ഗ്രേപ്സ് ഐഡിയമാർ. സ്വാഭാവികമായിട്ടും പ്രകാശം നമ്മുടെ എല്ലാം ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലേ. നമ്മൾ ഈ തുണിക്കടകളിലൊക്കെ സാധനം വാങ്ങാൻ പോകുമ്പോൾ അവിടെ വളരെ കണ്ടിഷ്ടപ്പെട്ട ഒരു തുണി, പാൻറ്റാകാം, ഷർട്ടാകാം, സാരിയാകാം, ചുരിദാറാകാം, എന്തുമാകാം, അത് പുറത്തിട്ടുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ അന്ന് കണ്ട കളറിൽ നിന്ന് മാറ്റം ഫീൽ ചെയ്തേക്കാം. നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്, സൂര്യപ്രകാശത്തിൽ കണ്ടപ്പോൾ അതിൻ്റെ കളറ് വേറെയാണ്. അവരുടെ ലൈറ്റുകളിലൊക്കെ അത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെയല്ല അത് മനസ്സിലാക്കിയതെന്ന്. അതിനൊരു പ്രധാന കാരണമുണ്ട് കേട്ടോ. നമ്മുടെ സൂര്യപ്രകാശം ഒരു ബ്ലാക്ക് ബോഡി എനർജിയാണ്. അതേസമയം നമ്മുടെ ടെക്സ്റ്റൈലുകളിൽ അവിടെ ഇരിക്കുന്ന ലൈറ്റുകൾ പലതും എമിഷൻ എനർജിയാണ്. അതിൻ്റെ ഡിഫറൻസാണിത്. സോ നമ്മളുടെ ഏതെങ്കിലും ഒരു വസ്തു ഒരു കളറിനെ മാത്രം റിഫ്ലക്റ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ബാക്കി കളറുകളെ അബ്സോർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ വസ്തുവിന് ആ കളർ കാണാൻ പറ്റുന്നത്. നമുക്കറിയാവുന്ന തിയറിയാണ്. സോ ഈ ബ്ലാക്ക് ബോഡി എനർജി പുറപ്പെടുവിക്കുന്ന വൈഡ് സ്പെക്ട്രം ഓഫ് കളറുകളിൽ നിന്ന് അത് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്ന കളറിനെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നത് കൊണ്ട് സൂര്യപ്രകാശത്തിൽ നമുക്കതിൻ്റെ കളർ വ്യക്തമായിട്ട് കാണാൻ പറ്റും. 100% ബ്ലാക്ക് ബോഡി ആയിട്ടുള്ള ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രകാശം പ്യുവറായിട്ടും റിഫ്ലക്ഷൻ ഉള്ളതല്ല. അത് പ്രൊഡ്യൂസ് ചെയ്ത പ്രകാശം നമ്മുടെ എല്ലാം ബോഡിയിൽ നിന്ന് ഒരു ബ്ലാക്ക് ബോഡി എനർജി പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അത് വിസിബിൾ സ്പെക്ട്രത്തിൽ പെടാത്തത് കൊണ്ട് ഒരു ഇൻഫ്രാറെഡ് ക്യാമറ ഉപയോഗിച്ച് മാത്രമേ റിഫ്ലക്റ്റ് ചെയ്യാത്ത പ്രകാശത്തിൽ നമ്മളെ കാണാൻ കഴിയത്തുള്ളൂ. അതർവൈസ് നമ്മളെ കാണാൻ കഴിയുന്നത് പുറത്തുനിന്ന് വന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ കാണുന്നത്. നമ്മൾ സ്വയം പ്രകാശിക്കുന്നുണ്ട്. ആ പ്രകാശത്തെ കാണാനായിട്ട് വിസിബിൾ റേഞ്ചിലല്ല. എന്നാൽ നമ്മുടെ ഈ ലൈറ്റ് സോഴ്സുകളായ LED ലൈറ്റുകളും മറ്റും എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു വിസിബിൾ ലൈറ്റ് സ്പെക്ട്രം അലൈൻഡ് ആണ്. നമ്മൾ കാണുന്ന തുണികൾ ആ വിസിബിൾ ലൈറ്റ് സ്പെക്ട്രത്തിൽ പെടാത്ത ഒരു പ്രകാശത്തെയാണ് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ മറ്റൊരു കളറാണ് ഫീൽ ഉണ്ടാകുക നമുക്ക്. ഇതുപോലെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വേൾഡ് ഹെൽത്ത് സബ്മിറ്റിന് പങ്കെടുത്തിരുന്നു ഗ്രേപ്സിൽ നിന്ന്. അവിടെ വേൾഡ് ഹെൽത്ത് സബ്മിറ്റിൽ ഒരു വൈഡ് സ്പെക്ട്രം ഓഫ് ഇൻഫർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്യപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അതിനകത്തൊരു പർട്ടിക്കുലർ സ്പെക്ട്രം ഓഫ് ഇൻഫർമേഷനാണ് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്. അപ്പോൾ വൈഡ് സ്പെക്ട്രത്തിൽ ആ ഒരു പ്രോഗ്രാം നടന്നതുകൊണ്ട് തന്നെ വളരെ അധികം ഇൻഫർമേഷൻസ് അവിടെ ഷെയർ ചെയ്യപ്പെട്ടു. നമ്മളുടെ ഡിജിറ്റലൈസേഷൻ ഹെൽത്തിനെ കുറിച്ച് തന്നെ വളരെയധികം രാജ്യങ്ങളിൽ നിന്നെത്തിയ എക്സ്പെർട്ടുകൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഒരു കമ്മ്യൂണിറ്റി മെഡിസിനിലെ ഡിജിറ്റലൈസേഷനെ കുറിച്ച് വളരെ അധികം ഇന്നോവേഷൻസ് നടക്കുമ്പോൾ അത് നമ്മുടെ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയറിലെ ഒരു സെഷൻ മാത്രമാണ്. ഒരു ഹോസ്പിറ്റലിൻ്റെ കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ എന്ന് പറയുന്നത് എല്ലാ സ്പെഷ്യാലിറ്റികളും ചേർന്നതാണ്. അതൊരു കമ്മ്യൂണിറ്റി മെഡിസിൻ മാത്രമല്ല. സോ അവിടെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞ ഒരു വലിയ റേഞ്ച് ഓഫ് ഇൻഫർമേഷൻസ് ഉണ്ട്. അവിടെ ആ റേഞ്ച് ഓഫ് ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഹെൽത്ത് കെയർ ഡിജിറ്റലൈസേഷനെ ഫോക്കസ് ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിനെ ഫോക്കസ്ഡ് ആയിട്ടാണ്. ഒരു പ്രത്യേകമായ ഫ്രീക്വൻസിയിൽ ഫിക്സ് ചെയ്ത ലൈറ്റ് പോലെയാണ്. അവിടെയാണ് ഗ്രേപ്സ് ഒരു കാര്യം റിയലൈസ് ചെയ്തത്, നമ്മൾ ഹോസ്പിറ്റലിൻ്റെ A-Z ഏരിയയെ ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൽ കൂടെ ഡിജിറ്റലൈസ് ചെയ്തൊരു കമ്പനിയാണ്. പലരും അവതരിപ്പിച്ച പേപ്പർ വർക്കുകൾ ഫോക്കസ്ഡ് ആയിരുന്നപ്പോൾ നമ്മളിന്ന് ഹോസ്പിറ്റലിൻ്റെ രജിസ്ട്രേഷൻ മുതൽ ഡിസ്ചാർജ് വരെ ഏത് സ്പെഷ്യാലിറ്റിയെയും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സിലേക്ക് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിലേക്ക് കൈപിടിച്ചുയർത്തത്തക്ക വിധത്തിൽ എത്രയോ മനോഹരമായിട്ടാണ് ഗ്രേപ്സിൽ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. വല്ലാത്ത കോൺഫിഡൻസ് ബിൽഡായ ഒരു മീറ്റിംഗ് ആണത്. കാരണം ഇത്രയധികം രാജ്യങ്ങളിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട പല പേപ്പറുകളെക്കാളും വലിയ സ്വപ്നങ്ങളിലാണ് ഇന്ന് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹോസ്പിറ്റലുകൾ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്, ആ ഒരു ഡിജിറ്റലൈസേഷൻ്റെ റേഞ്ച്. പലപ്പോഴും നമ്മൾ സൂര്യപ്രകാശത്തെക്കുറിച്ചോ മറ്റൊരു ലൈറ്റ് സോഴ്സിനെ കുറിച്ചോ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു കൊച്ചു ധാരണയുണ്ട്. ഒരു ലൈറ്റ് റേ നമ്മളടുത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ആ സോഴ്സ് ഓഫ് ലൈറ്റിൽ നിന്ന് നമ്മുടെ കണ്ണിൽ വരെ ഒരു കണ്ടിന്യൂസ് ലൈനായിട്ട് ആ ലൈറ്റ് വരുന്നെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഇന്ന് ക്വാണ്ടം മെക്കാനിസത്തിൽ അല്ലെ ക്വാണ്ടം ഫിസിക്സിൽ കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം കണികാ സ്വഭാവവും വേവ് സ്വഭാവവും ഉള്ളൊരു കാര്യമാണ്. ശരിക്കും ഫോട്ടോൺസ് എന്ന് പറഞ്ഞ
കണികകളാണ് നമുക്ക് പ്രകാശത്തിൻ്റെ സംവേദനക്ഷമത നമ്മുടെ റെറ്റിനയിൽ ഉണ്ടാക്കുന്നത്. നമ്മുടെ റെറ്റിനയിലേക്ക് പതിക്കുന്ന ആ ഫോട്ടോൺസ് അത് ഓരോന്നും ഓരോ കണികളാണ്, വേവ് ഫോമിലുള്ള എനർജിയായ കണികളാണ്. അത് വന്ന് നമ്മുടെ കണ്ണിലേക്ക് വീഴുമ്പോഴാണ് നമുക്കൊരു വസ്തുവിനെ കാണാൻ കഴിഞ്ഞത്. അതുപോലെ ഗ്രേപ്സിൻ്റെ അനേകം മൊബൈൽ ആപ്ലിക്കേഷൻസും ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസും വെബ് ആപ്ലിക്കേഷൻസും ചേർന്ന ഒരു എക്കോസിസ്റ്റം ഉണ്ട്. ആ എക്കോസിസ്റ്റം ഓരോന്നും ഇൻഡിവിജ്വലായിട്ട് നമുക്കൊരു ഫീല് തരുന്നുണ്ട്. ആ ഫീലുകളുടെ ഒരു കണ്ടിന്യൂസ് റേ നമുക്ക് ഫീൽ ചെയ്യുന്നത് ആക്ച്വലി ഇതെല്ലാം ചേരുമ്പം കിട്ടുന്ന ആ സംവേദനക്ഷമതയുടെ പ്രത്യേകത കൊണ്ടാണ്. സോ മനോഹരമായ ഈ ഗ്രേപ്സിൻ്റെ എക്കോസിസ്റ്റം നമുക്ക് ഹെൽത്ത് ഇൻഫോർമാറ്റിക്സിൻ്റെ ഏറ്റവും നൂതനമായ അഡ്വാൻറ്റേജുകൾ എടുക്കാനായിട്ട് ഉപയോഗിക്കാം.